സാമൂഹ്യക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ കൂടുതൽ സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടി. അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്ക് നോട്ടീസ് നൽകി. കൈപ്പറ്റിയ പെൻഷൻ 18% പലിശ സഹിതം തിരിച്ചടയ്ക്കാൻ നിർദ്ദേശം. നേരത്തെ മണ്ണ് സംരക്ഷണ വിഭാഗത്തിൽ ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തിരുന്നു. റോഷിപാൽ വീണ്ടും എത്തുന്നു. റോഷിപാൽ, വെൽക്കം ബാക്ക്. ഇപ്പോൾ പൊതുഭരണ വകുപ്പിൽ നോട്ടീസ് കിട്ടിയ ജീവനക്കാരൊക്കെ ഏത് ഗ്രേഡിൽ ജോലി ചെയ്യുന്നവരാണ്? ഇപ്പോഴും ഗസറ്റഡ് ഓഫീസർമാരെ തൊട്ടിട്ടില്ലല്ലേ? സുജയ, നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെയാണ് ഇപ്പോഴും സ്വീപ്പർ തസ്തികയിലുള്ള ജീവനക്കാർക്കെതിരെ മാത്രമാണ് നടപടി. അങ്ങനെ നടപടി ഒതുങ്ങുമോ എന്ന ഒരു വിലയിരുത്തൽ, അങ്ങനെ ഒരു വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. കാരണം മണ്ണ് സംരക്ഷണ വിഭാഗത്തിൽ 6 പേർക്കെതിരെ നടപടിയെടുത്തപ്പോൾ എല്ലാവരും സ്വീപ്പർ തസ്തികയിലുള്ള ജീവനക്കാർ മാത്രമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഉൾപ്പെടെയുള്ള തസ്തികയിലുള്ളവർ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈയിട്ട് വാരിയ സംഭവമുണ്ട്. അവർ അനധികൃതമായി ഈ സർക്കാർ ശമ്പളം പറ്റുമ്പോൾ തന്നെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയായി ധനവകുപ്പ് കണ്ടെത്തുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് തന്നെ ധനവകുപ്പ് ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നൽകുകയും ചെയ്തതാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ ഗസ്റ്റഡ് റാങ്കിലുള്ള അല്ലെങ്കിൽ ഈ അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കാത്തത് എന്ന ചോദ്യമാണ്. നേരത്തെ മണ്ണ് സംരക്ഷണ വിഭാഗത്തിലെ സ്വീപ്പർ തസ്തികയിലെ ജീവനക്കാർക്കെതിരെ വകുപ്പ് തല നടപടി ഉൾപ്പെടെ സ്വീകരിച്ചതാണ്. ഇവരെ 6 പേരെ സസ്പെൻഡ് ചെയ്തു. അതിനു പുറമെ അനധികൃതമായി അവർ കൈപ്പറ്റിയ പെൻഷൻ തുക 18% പലിശയോടെയാണ് തിരിച്ചു. സമാനമായി തന്നെയാണ് ഇപ്പോൾ പൊതുഭരണ വകുപ്പിലെ 6 ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 18% പലിശ സഹിതം അനധികൃതമായി കൈപ്പറ്റിയ സാമൂഹ്യക്ഷേമ പെൻഷൻ തിരിച്ചടക്കണമെന്ന നിർദ്ദേശമാണ് ആ നോട്ടീസിലുള്ളത്. ഏതായാലും വകുപ്പ് തല നടപടികൾ വേണമെന്ന് നേരത്തെ തന്നെ മന്ത്രിസഭാ യോഗത്തിൽ നിർദ്ദേശം വന്നതാണ്. കാരണം അത്രയും വലിയ തെറ്റാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ചെയ്തത് എന്ന ബോധ്യത്തോടെയാണ് സർക്കാർ നടപടി ഘടിപ്പിക്കാനുള്ള തീരുമാനമുണ്ടായത്. മാത്രവുമല്ല, പൊതുസമൂഹത്തിൽ നിന്നും ശക്തമായ ഒരു സമ്മർദ്ദം ഉണ്ടാവുകയും ചെയ്തു. കാരണം സാമൂഹ്യക്ഷേമ പെൻഷൻ കൃത്യമായി സർക്കാരിന് വിതരണം ചെയ്യാൻ കഴിയുന്നില്ല. അതിനിടയിലാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെ ആ സാമൂഹ്യക്ഷേമ പെൻഷൻ നിയമവിരുദ്ധമായി കൈപ്പറ്റിയ സംഭവം ധനകാര്യ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതും. പക്ഷേ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തുകൊണ്ട് ഉന്നതരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം വരണമെങ്കിൽ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ സർക്കാർ നടപടിയെടുക്കണം. അവരിൽ നിന്നും അവർ കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കണം. സുജയ. റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.